1956 ഒക്ടോബർ 19 പുറത്തിറങ്ങിയ കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രേം നസീറിൻ്റെ അനുജൻ പ്രേം നവാസ് രംഗപ്രവേശനം ചെയ്തത്. പിൽക്കാലത്ത് സിനിമാ രംഗത്ത് ശക്തനായിത്തീർന്ന പ്രശസ്ത കവി വയലാർ രാമവർമ്മ അരങ്ങേറ്റം നടത്തിയതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. വയലാറിൻ്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് കെ രാഘവനും. മുതുകുളം രാഘവൻ പിള്ളയും പോഞ്ഞിക്കര റാഫിയും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചത്. ചന്ദ്രതാര ഫിലിംസിൻ്റെ ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് HS വേണുവായിരുന്നു. സംവിധാനം JD തോട്ടാൻ, നിർമ്മാണം റഷീദ്. അഭിനയിച്ചവർ പ്രേം നവാസ്, മുത്തയ്യ, മുതുകുളം രാഘവൻപിള്ള, ശ്രീനാരായണപിള്ള, GK പിള്ള, അംബിക, മിസ് കുമാരി, കുമാരി തങ്കം, അടൂർ പങ്കജം എന്നിവരായിരുന്നു. അന്നത്തെ ഒരു പരീക്ഷണ ചിത്രമായിരുന്ന കൂടപ്പിറപ്പിൽ അംബികയും പ്രേം നവാസും നായകന്മാരായിരുന്നെങ്കിലും മറ്റ് പ്രവർത്തകരിൽ ഏറിയ പങ്കും പുതുമുഖങ്ങളായിരുന്നു. AM രാജ, K രാഘവൻ, ML വസന്തകുമാരി, ശാന്ത P നായർ എന്നിവർ ഗായകരായിരുന്നു. ഇതിലെ കഥ: കല്യാണി എന്ന വിധവയായ സ്ത്രീക്ക് 2 ആൺകുട്ടികൾ, കേശവൻ, രാജൻ. കല്യാണി ഒരു ചെറിയ പലചരക്ക് കട നടത്തി കുടുംബം പോറ്റുന്നു. കേശവനാണെങ്കിൽ അനുജൻ രാജനെ ഏറെ ഇഷ്ടമാണ്. അച്ഛനില്ലാത്ത ദുഃഖം അവനെ അറിയിക്കരുതെന്ന് മാത്രമല്ല, അവനെ ഒരു വക്കീലോ ഡോക്ടറോ ഒക്കെ ആക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. രാജൻ്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ കേശവൻ വിവാഹം പോലും വേണ്ടെന്ന് വച്ചു. കല്യാണിക്ക് ഒരകന്ന ബന്ധുവുണ്ട്, മങ്ക അമ്മ. മങ്കുമ്മയ്ക്ക് പാർവതി എന്നു പേരുള്ള ഒരു പുത്രിയും. അവർ താമസിച്ചിരുന്നത് കല്യാണിയുടെ വീടിനടുത്തും. രാജനും പാർവതിയും ബാല്യകാലത്ത് തന്നെ കളിക്കൂട്ടുകാരായിരുന്നു. മുതിർന്നപ്പോൾ പ്രണയബദ്ധരുമായി. കുടുംബ ചിലവിന് പോലും കഷ്ടിച്ച് നടത്തിയിരുന്ന കേശവൻ ഏറെ ത്യാഗം സഹിച്ച് രാജന് ഉപരിപഠനത്തിനായി പട്ടണത്തിലേക്ക് അയച്ചു. രാജൻ പട്ടണത്തിലേക്ക് സങ്കടത്തോടെയുള്ള പാർവതിയുടെ അനുവാദവും വാങ്ങി പഠനത്തിന് പോയി. മാസങ്ങൾക്ക് ശേഷം അവധിക്ക് വീട്ടിലെത്തിയ രാജൻ പാർവതിയെ കണ്ടു. എന്തൊക്കെ വന്നാലും തൻ്റെ ഭാര്യയാകുക പാർവതി മാത്രമായിരിക്കുമെന്ന് അവൻ വാഗ്ദാനവും ചെയ്തു. ആ വാഗ്ദാനത്തിൻ്റെ ഉറപ്പിനായി സർവ്വചരാചരങ്ങളെയും സാക്ഷി നിർത്തി രാജൻ പാർവതിയുടെ കഴുത്തിൽ വരണമാല്യം ചാർത്തി. ശാർക്കര ക്ഷേത്രത്തിലെ ഉത്സവനാൾ. പാർവതിയും രാജനും ഉത്സവത്തിൽ പങ്കെടുത്തു. സമയം ഏറെ വൈകി. രാത്രി ഇരുട്ടി. ഇരുവരും വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ പോകും വഴിയുള്ള ചെറിയ പാലം തകർന്നു കിടന്നതിനാൽ അവർക്ക് രാത്രി വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പകരം മറ്റു വഴികളില്ലാതെ അടുത്തുള്ള വഴിയമ്പലത്തിൽ തങ്ങി. ഒരു ദുർബല നിമിഷത്തിൽ ഇരുവരും ശാരീരിക ബന്ധത്തിൽ പെടുകയും ചെയ്തു. അവധി തീർന്ന് രാജൻ കോളേജിലേക്ക് പോയി. പട്ടണത്തിൽ ഒട്ടേറെ കൂട്ടുകാർ ഉണ്ടായി. വില്ലൻ തോമ തുടങ്ങിയവർ അവൻ്റെ കൂട്ടുകാരായി. ഒരു നാൾ പട്ടണത്തിൽ സുപ്രസിദ്ധ ഗായിക ലതയുടെ പാട്ട് കച്ചേരി. എന്നാൽ ലതയ്ക്ക് സുഖമില്ലാത്തതിനാൽ കച്ചേരി മുടങ്ങി. കേൾക്കാനെത്തിയവർ രോഷാകുലരായി. ഗ്രീൻ റൂമിൽ രാജനും കൂട്ടുകാരും എത്തി. ലതയ്ക്ക് അസുഖം തന്നെയാണെന്ന് അറിഞ്ഞ രാജൻ സദസ്സിനെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി രോഷം ശമിപ്പിച്ച് തിരിച്ചയച്ചു. ലതയുമായി പരിചയം തുടരവേ ആ മാദകത്വത്തിൽ മയങ്ങിയ രാജൻ ഏറെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അവളെ. പാർവതിയും രാജനുമായുള്ള ബന്ധം അറിഞ്ഞ മങ്കു അമ്മ പാർവതിയെ തൻ്റെ സഹോദരപുത്രൻ ശങ്കുണ്ണിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പാർവതി രാജന് ധാരാളം കത്തുകൾ എഴുതി. എന്നാൽ ലതയുമായി നടന്ന രാജൻ അവയൊന്നും അത്ര ശ്രദ്ധിച്ചതേയില്ല. പാർവതി താൻ രാജനിൽ നിന്നും ഗർഭിണിയാണെന്ന കാര്യം കല്യാണിയെ അറിയിച്ചു. കല്യാണി കേശവനെയും. കേശവൻ അനുജനെ കൂട്ടിക്കൊണ്ടുവരാനായി പട്ടണത്തിലെത്തി. ലതയുമായി ഉല്ലസിച്ച് നടന്ന രാജൻ കേശവൻ തൻ്റെ സഹോദരനാണെന്ന് പോലും കൂട്ടുകാരെ അറിയിക്കാതെ അവഗണിച്ച് അപമാനിച്ചു വിട്ടു. തിരിച്ചെത്തിയ കേശവൻ അനുജന് പണവും മറ്റ് സഹായങ്ങളും എത്തിക്കുന്നത് അവസാനിപ്പിച്ചു. ക്രമേണ പണമില്ലാതെ രാജൻ നിർധനനായി, ബുദ്ധിമുട്ടിലായി. ലതയും കൂട്ടുകാരും അതോടെ അവനിൽ നിന്നും അകന്നു. അവർ അപരിചിതരെ പോലെയായി. കാര്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യബോധം വന്ന രാജൻ തിരിച്ച് വീട്ടിലെത്തി. ജ്യേഷ്ഠനോടും അമ്മയോടും ക്ഷമ ചോദിച്ചു. നല്ലവനായ കേശവൻ അനുജനെ സ്വീകരിച്ചു. അവൻ പാർവതിയെ വിവാഹം കഴിച്ചു. ശുഭം.